الله الرحمن الرحيم. ولا تطع من نشا في العلم دونك إذ لو لم يكن في علمك الفضل فكل شيء له أعلى وأسفل لم يقم أعاليه إلا شادها السفل. ولا تطع നീ തരം താഴ്ത്തരുത്, അതായത് നിസ്സാരമാക്കരുത്, മൻ ഒരുത്തനെ, നശ അവൻ വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ വളരുന്നുണ്ട്, ഫിൽ ഇൽമി വിജ്ഞാനത്തിൽ, ദൂനക്ക നിന്റെ താഴെ. ഇത് കാരണം ലൗ ലം യക്കുൻ അവനില്ലെങ്കിൽ, ലം യക്കുൻ ഉണ്ടാകുന്നതല്ല, ഫി ഇൽമിക്ക നിന്റെ വിജ്ഞാനത്തിൽ, അൽ ഫളു അതായത് വർദ്ധന, ശ്രേഷ്ഠത അതുണ്ടാവില്ല. മനസ്സിലായോ? പിന്നെ ഫകുല്ലു ഷൈഇൻ കാരണം എല്ലാ വസ്തുവും, ലഹു ആ വസ്തുവിനുണ്ട്, അഅല മേൽഭാഗം, വ അസ്ഫലു ഒരു താഴ്ഭാഗം. ലം യഖും നിൽക്കുന്നതല്ല, അഅലിഹി അതിന്റെ മേലായ ഭാഗങ്ങൾ, മേൽഭാഗങ്ങൾ, ഇല്ല ഷാദ്ദഹ അവയെ ഉയർത്തിയിട്ടല്ലാതെ, അസ്ഫുലു താഴ്ഭാഗം. അതായത് വിജ്ഞാനത്തിൽ നിന്റെ താഴെ വളരുന്നവൻ എന്ത് ചെയ്യരുത്, നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. അപ്പം വിദ്യാർത്ഥിയല്ലേ എന്നുള്ള ആ ഒരു നിസ്സാരപ്പെടുത്തലുണ്ടാവരുത്. അവരൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തരം താഴ്ത്താൻ പാടില്ല. കാരണം അവനില്ലെങ്കിൽ നിന്റെ വിജ്ഞാനത്തിൽ എന്തില്ല, വർധനവില്ലല്ലോ. അതാണ് പറയണത്. മേലായ ഏതൊരു വസ്തുവിന്റെയും ആ മേൽഭാഗത്തെ താങ്ങി നിർത്തുന്നൊരു താഴ്ഭാഗം ഉണ്ടാവും അല്ലെ? അപ്പോഴാണ് ആ മേൽഭാഗത്തിന് എന്തുള്ളൂ, നിലനിൽപ്പുള്ളൂ. അപ്പോ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്ത്, വിദ്യാർത്ഥികൾ നിസ്സാരപ്പെടുത്തരുത് എന്നാണ് ആ ബൈത്ത് പറയുന്നതിന്റെ ആകെ തുക. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഐഹികമായ നമ്മളെ സമ്പാദ്യങ്ങൾ ഇഹലോകത്തിന് വേണ്ടിയിട്ട് അത് നമ്മൾ ചെലവഴിക്കും തോറും നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകും. പക്ഷേ ഇൽമ് അങ്ങനെയല്ല. അത് നമ്മൾ പകരും തോറും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുന്ന, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്തോറും അത് നിർഗളിക്കുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ, നമ്മൾ പകർന്നു കൊടുക്കുന്ന വിജ്ഞാനം അത് അല്ലാഹു തആല നമ്മൾക്ക് അധികരിച്ച് സായിദയാക്കി നമ്മളിലേക്ക് തരും. അപ്പൊ നിന്റെ വിജ്ഞാനത്തിന് വർധനമുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വിജ്ഞാനം നിനക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥി നിന്റെ മുന്നിൽ വേണം. ആ വിദ്യാർത്ഥി ഉള്ളത് കൊണ്ടാണ് നിനക്കിത് പകരാൻ കഴിയുന്നത്. അപ്പൊ നിന്റെ വിജ്ഞാനം വളരണമെങ്കിൽ പകരാൻ വേണം. അപ്പൊ പകർന്നു കൊടുക്കണമെങ്കിൽ ആ നീ പകർന്നു കൊടുക്കുന്ന ഇൽമ് ഗ്രഹിക്കാൻ ശ്രവിക്കാനായിട്ട് ആള് വേണം. അവരില്ല എന്നുണ്ടെങ്കിൽ ഇതെവിടെ കൊണ്ട് കൊടുക്കും? അതുകൊണ്ട് വിജ്ഞാനം നമ്മൾക്ക് അധികരിച്ച് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് പകർന്നു കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഒരു വിദ്യാർത്ഥി നമ്മുടെ മുന്നിൽ വേണം.
ആയതിനാൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, വിദ്യാർത്ഥികളെ നമ്മളെ താഴെ എന്ത് ചെയ്യരുത്, വരുന്ന കുട്ടികളെ നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. നോക്കാം, മേൽഭാഗത്ത് ഇൽമ കൊണ്ട് മുകളിൽ നീ നിൽക്കണമെങ്കിൽ നിന്റെ താഴ്ഭാഗം താങ്ങിത്തരുന്ന ഒരു വിദ്യാർത്ഥി വേണം. നീ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്നൊക്കെ പറയില്ലേ, ഉദ്യോഗാർത്ഥി, അങ്ങനത്തെ ആളാണെങ്കിൽ അതിന്റെ താഴെ ഒരു വിദ്യാർത്ഥിയുടെ താങ്ങല് വേണം. എന്നാണ് ഈ ഉദ്യോഗമുള്ള നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും മുതഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥികളായ കുട്ടികളെ നിസ്സാരപ്പെടുത്താതെ, ആരെയും നിസ്സാരപ്പെടുത്താതെ നല്ലൊരു സൗമ്യമായ ജീവിതം, വിനയമുള്ളൊരു ജീവിതം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടുകൂടെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ ഇൽമിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. അധികരിച്ചതായ നാഫിയായ ഇൽമ് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അത് നിദാനമായി നാളെ അള്ളാഹുവിൻ്റെ സ്വർഗം, അള്ളാഹുവിൻ്റെ ഔദാര്യമായി അതനുസൃതമായി പ്രവർത്തിച്ച എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. പരലോക ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. മരിച്ചുപോയവരുടെ ഖബർ ജീവിതങ്ങളൊക്കെ അല്ലാഹു തആല സുഖത്തിലും സന്തോഷത്തിലും ആക്കി. ആമീൻ.